ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന റൈറ്ററാണ്. ജോൺ ഡ്രൈഡൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇദ്ദേഹം നമുക്കറിയാം ഇംഗ്ലണ്ടിൽ ഒരുപാട് റൈറ്റേഴ്സ് ജീവിച്ചിരുന്നു. ആ, പ്രശസ്തരായ ഒരുപാട് റൈറ്റേഴ്സ്, അതിൽ കവികളുണ്ട്, ക്രിട്ടിക്സ് ഉണ്ട്, ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, പ്ലേ റൈറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, നോവലിസ്റ്റ് ഉണ്ട്. ഇതെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈഡൻ ആരാണ്? ജോൺ ഡ്രൈഡൻ, ദാറ്റ്സ് ഹിസ് ഫുൾ നെയിം. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആയിരുന്നു, അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്റർ ആയിരുന്നു, അദ്ദേഹം ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു, ഒരു ലിറ്റററി ക്രിട്ടിക് ആയിരുന്നു, ആൻഡ് വാട്ട് നോട്ട്. ശരിക്കും ഇംഗ്ലണ്ടിന്റെ ഫസ്റ്റ് പോയറ്റ് ലോറേറ്റ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് ജോൺ ഡ്രൈഡൻ ആണ്. അത് 1668 1668. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് 1631 മുതൽ 1700 വരെയാണ്. 1631 to 1700 വരെയാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്പാൻ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇംഗ്ലണ്ട് പോലെ ഒരു രാജ്യത്ത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പോയറ്റ് ലോറേറ്റ് ആയിട്ട് അവിടുത്തെ ഒരു ആ പദവി അദ്ദേഹത്തിന് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം എത്രമാത്രം ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എത്രമാത്രം ടാലന്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു എന്നുള്ളത്. ഒരു വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലിറ്റററി ഫിഗർ ആയിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നത്. റെസ്ട്രേഷൻ പീരീഡിൽ ശരിക്കും അത്രയ്ക്കും പോപ്പുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയ്ക്കും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലിറ്റററി ലൈഫ് ലീഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ വാൾട്ടർ സ്കോട്ട് എന്ന് പറഞ്ഞ സർ വാൾട്ടർ സ്കോട്ട് എന്ന് പറയുന്ന റൊമാൻറ്റിക് റൈറ്റർ ഇദ്ദേഹത്തെ വിളിച്ചത് ഗ്ലോറിയസ് ജോൺ എന്നാണ്. അത്രമാത്രം മഹത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ലൈഫിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലിറ്റററി വർക്ക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ പീരീഡിൽ, ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ അദ്ദേഹം പെട്ടെന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്, ആസ് എ ലീഡിങ് ക്രിട്ടിക് ആൻഡ് പോയറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ശരിക്കും നമ്മുടെ ഈ പറഞ്ഞ റൈറ്റർ ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്ന നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ റൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈലിലൂടെ അദ്ദേഹത്തിന് ആൾക്കാരെ സ്വാധീനിക്കാനും അദ്ദേഹത്തിന്റെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പൊയറ്റിക് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വർക്ക്സിന്റെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇമോഷണൽ എക്സൈറ്റ്മെന്റ് അല്ല, ഏർലി 19th സെഞ്ചുറിയുടെ ഒരു ഇമോഷണൽ എക്സൈറ്റ്മെന്റ് മാത്രമല്ല അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ മെറ്റാഫിസിക്കൽസിന്റെ, അതായത് ഏർലി 19th സെഞ്ചുറി എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക്സ് ആണ് വരുന്നത്. മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സിന്റെ ഒരു ഇന്റലക്ച്വൽ കോംപ്ലക്സിറ്റീസും അതിന്റെ രണ്ടും ഒരു മിക്സർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു റൈറ്ററാണ് ശരിക്കും അദ്ദേഹം. അപ്പോൾ ഒന്നിൽ മാത്രം അദ്ദേഹത്തെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു റൈറ്ററാണ് ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തോട്ട്സും ഒക്കെ അദ്ദേഹം വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് വർക്ക്സിലൂടെ റിഫ്ലക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ആൻഡ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ എഴുതുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ശരിക്കും ഒരു റീക്രിയേഷൻ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു നാച്ചുറൽ റിതം ഓഫ് സ്പീച്ചിന്റെ റീക്രിയേഷൻ അദ്ദേഹം നടത്താൻ ശ്രമിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഹീറോയിക് കപ്ലറ്റ് എന്ന് പറയുന്ന ടേം പലപ്പോഴും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹീറോയിക് കപ്ലറ്റ് അദ്ദേഹം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനെ പോപ്പുലറൈസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ആ ഫോമൽ സ്ട്രക്ചർ ഉപയോഗിച്ച് ഹീറോയിക് കപ്ലറ്റ് പോലുള്ള ഈ ഒരു സ്ട്രക്ചറിലൂടെ അദ്ദേഹം ശരിക്കും ഒരു നാച്ചുറൽ റിതം ഓഫ് സ്പീച്ച് റീക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് സബ്ജക്ട്സ് അദ്ദേഹം ഡീൽ ചെയ്തിട്ടുണ്ട്. റിലിജിയോലജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വർക്കിന്റെ പ്രിഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, ദി എക്സ്പ്രഷൻ ഓഫ് എ പോം ഡിസൈൻ പ്യുവർലി ഫോർ ഇൻസ്ട്രക്ഷൻ ഓർ ടു ബി പ്ലെയിൻ ആൻഡ് നാച്ചുറൽ യെറ്റ് മെജസ്റ്റിക് എന്നുള്ളതാണ്. ദ ഫ്ലോറിഡ് എലിവേറ്റഡ് ആൻഡ് ഫിഗറേറ്റീവ് വേ ഇസ് ഫോർ ദ പാഷൻസ് ഫോർ because they are forgotten in the soul by showing the objects out of their true proportion എന്ന് അദ്ദേഹം പറയുന്നു. A man is to be cheated into passion but to be reasoned into truth. സോ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഒരു പോയത്തിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഫോർ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്ലെയിൻ ആയിരിക്കണം, നാച്ചുറൽ ആയിരിക്കണം, യെറ്റ് മെജസ്റ്റിക് എന്നുള്ളതാണ്. പ്ലെയിൻ ആണെങ്കിലും നാച്ചുറൽ ആണെങ്കിലും അതിന് മെജസ്റ്റിക് ആകാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു റൈറ്ററും കൂടെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് അഡ്മയറേഴ്സ് ഉണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് ക്രിട്ടിക്സ് അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒബിയസ്ലി ക്രിറ്റിസിസം ഉണ്ട്, അദ്ദേഹത്തിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്ററാണ് നമ്മുടെ ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്ന റൈറ്റർ. അപ്പം ഇദ്ദേഹത്തിന് ബേസിക് ആയിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് ഒരുപാട് കാര്യങ്ങൾ
അദ്ദേഹത്തിൻ്റെ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് നമുക്ക് കുറേ വർക്ക്സ് ഉണ്ട്. അതിൽ ദ വൈൽഡ് ഗാലന്റ് എന്ന് പറയുന്ന വർക്ക് ഒരു കോമഡിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം ഒരു സീരിയസ് റൈറ്ററായിട്ടാണ് പലപ്പോഴും ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി ആണ് ദ വൈൽഡ് ഗാലന്റ് കോമഡി എന്ന് പറഞ്ഞിട്ട് 1663 അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ദ റൈവൽ ലേഡീസ് എന്ന് പറയുന്ന ഒരു ട്രാജിക് കോമഡി എഴുതിയിട്ടുണ്ട് അദ്ദേഹം 1663-4 തന്നെ, ആ ഒരു സമയത്ത് തന്നെ. ദി ഇന്ത്യൻ എംപറർ എന്ന് പറയുന്ന ഒരു വർക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട് 1665. അപ്പോൾ ഒരുപാട് വർക്ക്സ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആൾക്കാർ അത് തുടർന്ന് ഈ പറഞ്ഞ വർക്ക്സിനെ തുടർന്ന് ഇങ്ങോട്ട് ഔറംഗസീബ് എന്ന് പറയുന്നവർക്ക് അതൊരു ട്രാജഡിയാണ്. അത് 1676 ഇൻ ബിറ്റ്വീൻ ഒത്തിരി വർക്ക്സിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. നമുക്ക് ആ വർക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കാനായിട്ട്. വിത്ത് ഇയർ കൊടുത്തേക്കാം. അപ്പോൾ നോക്കണം അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണെന്നുള്ളത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എഴുതുന്ന സമയത്ത് ഇപ്പോൾ റൈറ്ററിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ വർക്ക്സിൻ്റെ ഒക്കെ പേരുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ട്രോയിലസ് ആൻഡ് ക്രിസ്റ്റീന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്ക്, അപ്പോൾ അതും എങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. അങ്ങനെ ഒരുപാട് വർക്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. അത് ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ നോക്കി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഡ്രൈഡൻ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ റൈറ്റർ, പോയറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ ഫേമസ് ആണ്. ബിക്കോസ് ഈ ഒരു 17th സെഞ്ച്വറിയിൽ ഓൾമോസ്റ്റ് അദ്ദേഹം 30 ട്രാജഡീസ് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ട്രാജഡീസ് എഴുതിയിട്ടുണ്ട്, കോമഡീസ് എഴുതിയിട്ടുണ്ട്, ഡ്രമാറ്റിക് ഒപ്പേറാസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു വാല്യുബിൾ കോൺട്രിബ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ പോയട്രിക്കും ഡ്രാമയ്ക്കും ഒക്കെ നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് നമ്മുടെ റൈറ്ററായിട്ടുള്ള ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ്, അദ്ദേഹം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു എമൗണ്ട് തന്നെ, ഇത്രയും നല്ല വർക്ക്സ് അത് എഴുതാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് ഡ്രൈഡനെ കുറിച്ച് മനസ്സിലാക്കുക. ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്താണ്, അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്താണ്, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മതിയാകും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു റൈറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.